കളിക്കുന്നതിനിടയിൽ അലൂമിനിയം കലം തലയിൽ കുടുങ്ങിയ 2 വയസ്സുകാരിക്ക് അവസാനം തുണയായത് ഫയർഫോഴ്സ് ആണ്. കണ്ണൂർ ജില്ലയിലുള്ള ധർമ്മടം ഗ്രാമപഞ്ചായത്തിലെ അണ്ടലൂർ എന്ന പ്രദേശത്തെ വീട്ടിലാണ് സംഭവം നടന്നത്. വീട്ടിൽ കളിക്കുന്നതിനിടയിൽ തലയിൽ അലൂമിനിയം കലം കുടുങ്ങിയ 2 വയസ്സുകാരിക്ക് ഒടുവിൽ രക്ഷയായത് തലശ്ശേരി അഗ്നിരക്ഷാ സേനയാണ്. ധർമ്മടം അണ്ടലൂർ മുണ്ടുപറമ്പിൽ താമസിക്കുന്ന 2 വയസ്സുകാരിയുടെ തലയിലാണ് വെള്ളിയാഴ്ച രാവിലെ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കലം കുടുങ്ങിയത്. വീട്ടിലെ അടുക്കളയിൽ പാത്രം കൊണ്ട് കളിക്കുമ്പോൾ അബദ്ധത്തിൽ കുട്ടിയുടെ തലയിൽ അലൂമിനിയത്തിന്റെ കലം കുടുങ്ങുകയായിരുന്നു. ഉടൻ തന്നെ വീട്ടുകാർ കുട്ടിയുടെ തലയിൽ നിന്നും കലം ഊരി മാറ്റാൻ ശ്രമിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ല. ഇതോടെയാണ് കരയുന്ന കുട്ടിയെയും കൊണ്ട് വീട്ടുകാർ തലശ്ശേരി ഫയർ സ്റ്റേഷനിൽ എത്തിയത്. വളരെ സമയമെടുത്ത് വളരെ സൂക്ഷ്മതയോടെ കുട്ടിയുടെ തലയിൽ കുടുങ്ങിയ അലൂമിനിയത്തിന്റെ കലം അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ മുറിച്ചു നീക്കുകയായിരുന്നു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ OK രജീഷ്, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ബി ജോയ്, ബിനീഷ്, നെയ്യോത്ത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. മറ്റൊരു സംഭവം കൂടി അടുത്ത ദിവസങ്ങളിലായി നടന്നിരുന്നു. ഒരുപാട് വ്യത്യാസമുള്ള വാർത്തയായിരുന്നില്ല അതും. കിടപ്പുമുറിയുടെ വാതിൽ പൂട്ടി അകത്ത് കുടുങ്ങിയ കുട്ടിയെ മിന്നൽ വേഗത്തിലായിരുന്നു ഫയർഫോഴ്സ് രക്ഷിക്കാൻ എത്തിയത്. മാതാവ് ഉറക്കാൻ കിടത്തിയ 1 വയസ്സുള്ള പിഞ്ചുകുഞ്ഞ് അബദ്ധത്തിൽ കിടപ്പുമുറിയുടെ വാതിൽ പൂട്ടി അകത്ത് കുടുങ്ങുകയായിരുന്നു. സംഭവം കഴിഞ്ഞ ദിവസം താഴലങ്ങാടിയിലാണ് അരങ്ങേറിയത്. ഏകദേശം അരമണിക്കൂറോളം ആണ് കുട്ടി മുറിക്കകത്ത് കരഞ്ഞു തളർന്നത്. കണ്ടുനിന്നവരുടെ എല്ലാം ഹൃദയം പിളർക്കുന്ന കാഴ്ചയായിരുന്നു. ഒടുവിലാണ് അഗ്നിശമന സേനാംഗങ്ങളെ വിവരം അറിയിക്കുന്നത്. ഉടൻ തന്നെ ഓടിയെത്തുകയും രക്ഷാപ്രവർത്തനം വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു. അഗ്നിശമന സേനാംഗങ്ങൾക്ക് നാട്ടുകാർ നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു. സേവനത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ എന്തിനും ഏതിനും വിളിപ്പുറത്ത് അവരുണ്ടാകുമെന്ന പ്രതീക്ഷ ജനങ്ങൾക്ക് എന്നുമുണ്ട്.